ഫെയ്ത്ത് ക്ലിയറൻസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ പഠനവിധേയമാക്കുന്ന വിഷയം വൈദികർക്ക് മാത്രമായിട്ടാണോ സുവിശേഷ പ്രഘോഷണം നടത്താനായിട്ട് സഭയിൽ നിയമം അനുവദിക്കുന്നത്? കൺവെൻഷനുകളിലൊക്കെ അൽമായരും വചനപ്രഘോഷണം നടത്തുന്നുണ്ടല്ലോ. ഞായറാഴ്ച സുവിശേഷ പ്രഘോഷണത്തിന് വിശുദ്ധ കുർബാനയിൽ അൽമായർക്ക് സാധിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സംശയങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് സഭയുടെ പഠനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമമാണ്. ആരാധനാക്രമത്തിന്റെ ഭാഗമായ വചനപ്രഭാഷണം വൈദികനും ഡീക്കനും കൂടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. വൈദികൻ എന്നതിന് ലത്തീനില് സാച്ചർദോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാച്ചർദോസ് എന്ന പദത്തിന്റെ അർത്ഥത്തിൽ ഉൾപ്പെടുന്നത് വൈദികരും മെത്രാന്മാരും മെത്രാപൊലിത്തമാരും പാത്രിയർക്കീസുമാരും കർദിനാളുമാരും മാർപ്പാപ്പയും ഉൾപ്പെടുന്നുണ്ട്. വിശുദ്ധ കുർബാനയോടനുബന്ധിച്ച് നടത്തുന്ന വചന പ്രഭാഷണമാണ് വൈദികർക്ക് മാത്രമായിട്ട് സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. വൈദികർക്കും ഡീക്കനും കൂടി അത് നിർവഹിക്കാം. വൈദികരെന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ആ സാച്ചർദോസ് എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന, നേരത്തെ സൂചിപ്പിച്ച എല്ലാവർക്കും അത് സാധ്യമാണ്. അതിന് പറയുന്ന പേരാണ് ഹോമിലി. വിശുദ്ധ കുർബാന മധ്യേയുള്ള സുവിശേഷ വചന പ്രഭാഷണത്തെ പറയുന്ന പേര് ഹോമിലി എന്നാണ്. ഇത് അൽമായർക്ക് നടത്താൻ അനുവാദമില്ല. എന്നാൽ സെർമൺ, അത് ദൈവവചന പ്രസംഗമാണ് സെർമൺ എന്ന് പറയുന്നത്. അത് വൈദികർക്കും ഡീക്കന്മാർക്കും മാത്രമല്ല മറ്റൽമായർക്കും നടത്താവുന്നതാണ്. വചനവിചിന്തനം നടത്തുക, ബൈബിൾ കൺവെൻഷനുകളിലെ പ്രസംഗം നടത്തുക തുടങ്ങിയവ സെർമൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഹോമിലി വൈദികർക്കും ഡീക്കന്മാർക്കുമായിട്ട് മാത്രം സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സെർമൺ വൈദികർക്കും ഡീക്കന്മാർക്കും അൽമായർക്കും നിർവഹിക്കാവുന്നതാണ്. ഹോമിലിയിൽ ഒരിക്കലും അൽമായർക്ക് അത് നിർവഹണം ചെയ്യാൻ സാധ്യമല്ല. ഈ പഠനങ്ങൾ സഭയുടെ ടീച്ചിങ്സിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് പൗരസ്ത്യ സഭയുടെ കാനോൺ നിയമം 614-1 ഈ 614-1 രൂപപ്പെട്ടിരിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പഠനരേഖകളെ അടിസ്ഥാനമാക്കിയാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ 16 പ്രമാണ രേഖകളിൽ ഒന്നായ ദൈവവർബും ദൈവാവിഷ്കരണത്തെക്കുറിച്ചാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിക്കുക. അതിന് നമ്പർ 24 സാക്രോസാങ്ക്തും കൊൺസീലിയും, ദൈവാരാധനയെ സംബന്ധിച്ചുള്ള ലിറ്റർജിയെ സംബന്ധിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ നമ്പർ 35-2 52 പ്രസ്ബിറ്റേറിയനും ഓർഡിനിസ്, വൈദികരുടെ ശുശ്രൂഷയും ജീവിതത്തെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഡിക്രിയുടെ നമ്പർ 4 വിശദമായിട്ട് ഈ പഠനങ്ങൾ കാണുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് CCEO നമ്പർ 614-1 വൈദികർക്കും ഡീക്കന്മാർക്കുമായിട്ട് ഈ ഹോംവിലി സംവരണം ചെയ്യപ്പെട്ടത് അറിയിച്ചിട്ടുള്ളത്. ഇതാണ് ഹോംവിലിയും സെർമണും തമ്മിലുള്ള വ്യത്യാസമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്.